പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മക്രോണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റെങ്കിലും അത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനത്തെ റെസിപ്പിക്കൊക്കെ വെളിച്ചെണ്ണയേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആണ്. ഞാനിത് മുഴുവനും സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മക്രോണി ചിക്കൻ മക്രോണി ആയതുകൊണ്ടാണ് ഞാനിവിടെ ചിക്കൻ ഉപയോഗിക്കുന്നത്. ഇനി ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ചിക്കൻ്റെ ആവശ്യമില്ലെങ്കിൽ മക്രോണി മാത്രം തന്നെ ഉണ്ടാക്കാം. ഇനി ഇത് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. മറ്റേ ഭാഗവും ഫ്രൈ ആവുമ്പോൾ നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ വഴറ്റിയെടുക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. 4 കപ്പ് വെള്ളം, 2 കപ്പ് മക്രോണിക്കാണ് 4 കപ്പ് വെള്ളം എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് തിളപ്പിക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടണം. അതിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് മക്രോണി ഇട്ട് അത് ഒന്ന് വേവുന്നവരെ, ഒരു 90% വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മക്രോണി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് അത് കോരിയെടുക്കാം. ഇനി ഈ ബാക്കി വരുന്ന വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അത് ഒരു കപ്പിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കണം. ഈ വെള്ളം ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ തവ വെച്ച് ബാക്കി വന്ന അതേ ഓയിലിലേക്ക്, കൂടുതൽ എടുത്തിട്ടൊന്നുമില്ല, അതേ ഓയിൽ തന്നെയാണ്, ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞത് അതും അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കും നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറേശ്ശെ എല്ലായിടത്തും ചേർക്കുന്നുണ്ട്, കൂടിപ്പോയത്.
അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അധികമായി പോകാൻ പാടില്ല. അത് വഴന്ന് വരുമ്പോൾ നമ്മൾ ഒരു 2 തക്കാളി മിക്സിയിൽ അടിച്ചതാണിത്, ടൊമാറ്റോ പ്യൂരി. അത് അതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ച ചുവയൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മക്രോണിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള 3 തരം മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക്, ചതച്ച മുളക്, പിന്നെ മുളക് പൊടി. ഇപ്പം ഞാൻ ചേർത്തത് 1 ടീസ്പൂൺ ചതച്ച വറ്റൽ മുളകാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തത് ഇതിലേക്ക്. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. അതൊന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം പച്ച ചുവയൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മക്രോണി വേവിച്ച വെള്ളമാണിത്. അത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിൽ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഇപ്പോൾ ചേർത്തത്, പശുവും പാല്. ഇനി ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രഷ് ക്രീമാണ്. 1/2 കപ്പ് പാലും 1/2 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാല് തന്നെ ചേർത്താൽ മതി. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഊറ്റി വെച്ച മക്രോണിയും ചേർത്ത് കൊടുക്കാം. അത് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിൽ കിടന്ന് ഒരു 5 മിനിറ്റെങ്കിലും അതൊന്ന് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. മസാലകളെല്ലാം മക്രോണിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വേവാനൊന്നുമില്ല, വെന്ത മക്രോണിയാണ്. എന്നാലും മസാലകളൊക്കെ മക്രോണിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും അതൊന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മളൊന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ഇനി നമ്മളതിൻ്റെ മുകളിലിടുന്നത് മൊസറല്ല ചീസാണ്. അത് ഒരു ചെറിയ പീസ് ചീസ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മെൽട്ടാവുന്നത് വരെ വേവിച്ചെടുക്കുക.
ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മുളക് ചതച്ചത്, വറ്റൽമുളക് ചതച്ചത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടിപൊളി മക്രോണി റെസിപ്പിയാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ്. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.